ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഹോട്ടലിൽ നിന്ന് മസാല ദോശയും പൂരിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൊട്ടറ്റോ കറി ഉണ്ടല്ലോ, അതെല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ ഹോട്ടൽ സ്റ്റൈലിലുള്ള ആ ഒരു രുചി നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ 2-3 ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടേക്കണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ കറി ഉണ്ടാക്കാനായിട്ട് 4 പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു കുക്കറിനകത്ത് ഇട്ട് കൊടുത്ത് പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ ആവശ്യമായ വെള്ളം, പൊട്ടറ്റോയുടെ മുകളിൽ വെള്ളം നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് സ്റ്റൗവിൽ വയ്ക്കാം. ഒരു 5-4 വിസിലൊക്കെ മതിയാകും പൊട്ടറ്റോ നമുക്ക് പുഴുങ്ങി കിട്ടാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സവാളയാണ്. 3 മീഡിയം സൈസ് സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ചില്ലി 4 എണ്ണം, അതുപോലെ തന്നെ ജിഞ്ചർ 1 പീസ്, അതൊന്ന് നമ്മൾ ചതച്ചോ അല്ലെങ്കിൽ കട്ട് ചെയ്തോ വയ്ക്കാം. ഒരു 5 ഗാർലിക് ക്ലോവ്സ് നമുക്കൊന്ന് അരിഞ്ഞു വയ്ക്കാം അല്ലെങ്കിൽ ചതച്ച് വയ്ക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഞാനൊരു 4 വിസിലിനാണ് നമ്മളിതൊന്ന് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ചില കുക്കറിൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ 4-5-6 വിസിൽ കേൾപ്പിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ കുക്കറിൽ 4 വിസിൽ കേട്ടാൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഇതുപോലെ സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. അങ്ങനെ പൊട്ടറ്റോ എല്ലാം തൊലി കളഞ്ഞതിന് ശേഷം ഒരു മരത്തിൻ്റെ തവിയോ അല്ലെങ്കിൽ ഒരു കയ്യിലോ ഉപയോഗിച്ച് നമുക്കിതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാനിവിടെ 4 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. നമുക്ക് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. 1 ടീസ്പൂൺ മസ്റ്റാർഡ് സീഡ് നമ്മൾ ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂണും കൂടി ചേർത്ത് ഉഴുന്നും പരിപ്പും ആ കടലപ്പരിപ്പും ഒന്നങ്ങോട്ട് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് 4 എണ്ണം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നു, അതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചേർത്ത ആ 2 ഇൻഗ്രീഡിയൻറ്റ് ഉഴുന്നും പരിപ്പും അതുപോലെ തന്നെ കടലപ്പരിപ്പുമാണ് കേട്ടോ. സവാള ഇട്ട് ഒന്ന് 2-3 വട്ടം ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജിഞ്ചറും ഗാർലിക്കും നമ്മൾ ചതച്ച് വെച്ചത് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ജിഞ്ചറും ഗാർലിക്കും സവാളയും നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഗോൾഡൻ ഷെയ്ഡിലോട്ടൊന്നും മാറണ്ട. നല്ലോണം ഒന്ന് വാടി വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 പിഞ്ച് കായപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ പൊടികളുടെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് 1 കപ്പ് നോർമൽ വാട്ടറും കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് ആ സവാളയും ഇതൊക്കെ ഒന്ന് വേകുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു, നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയും ഇതെല്ലാം വെന്തിട്ടുണ്ട്. സവാള വെന്തതിന് ശേഷം നമുക്ക് പൊട്ടറ്റോ നമ്മൾ ഉടച്ച് വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ ഒരു ടിപ്പും കൂടി ചെയ്യുന്നുണ്ട്. പൊട്ടറ്റോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇത് കടലമാവാണ്. 2 ടീസ്പൂൺ കടലമാവ് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് തരിയില്ലാതെ ഇതുപോലെ ഒന്ന് കലക്കിയെടുത്ത്, തരി ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ പാത്രം കൂടി ഒന്ന് കഴുകി ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പാകെ നമ്മളൊരു 100 ml വെള്ളമാണ് നമ്മൾ ചേർത്തത് കേട്ടോ. കടലമാവിലെ വെള്ളവും അതുപോലെ ഇതിൽ തന്നെ പാത്രം കഴുകി ഒഴിച്ച വെള്ളവും. ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മളിനി ഇത് തുറന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുറുതാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഇതുപോലെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇത് തിക്ക് കൺസിസ്റ്റൻസിയിൽ മാറും. ഒത്തിരി നമ്മൾ ഡ്രൈ ആക്കി എടുക്കില്ല. അതായത് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ കറി അടിപൊളി ടേസ്റ്റാണ്. മസാല ദോശയ്ക്കും അതുപോലെ തന്നെ ദോശയ്ക്കും പൂരിക്കും
എല്ലാം നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. ഈ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഹോട്ടലിൽ അതേ ടേസ്റ്റിൽ നമുക്ക് കറി കൂട്ടാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കറി ഉണ്ടാക്കേണ്ടത്. ഉരുളക്കിഴങ്ങ് നമുക്ക് അസിഡിസിറ്റി ഗ്യാസൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളതിൽ വെളുത്തുള്ളി ചേർത്താൽ മതി. നമ്മളൊരു 5 അല്ലി വെളുത്തുള്ളി നമ്മൾ ചേർത്തല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ പൊട്ടറ്റോ കറി നമ്മളിങ്ങി ദോശയ്ക്കും മസാല ദോശയ്ക്കൊക്കെ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇട്ടേക്കണേ. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.